രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് കൂടി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5 ഘട്ടത്തിലെ വോട്ടെടുപ്പ് കൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് ജൂൺ 4-ന് ഫലപ്രഖ്യാപനവും നടക്കും. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിനായി നേതാക്കൾ പലരും പല സംസ്ഥാനങ്ങളിലേക്കും എത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുമുണ്ട്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥി നിർണയം ബാക്കിയാകുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയുമാണ്. വാർത്ത വന്നിരിക്കുന്നത് അങ്ങ് രാജസ്ഥാനിൽ നിന്നാണ്. ഇവിടെ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് കോൺഗ്രസ് തന്നെ രംഗത്ത് വരികയാണ്. വിചിത്രമായ നീക്കമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരു ആശയക്കുഴപ്പമാണ് കോൺഗ്രസിനെ കൊണ്ട് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ബാംസ്വാഡ ദുംഖപൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അരവിന്ദ് ദാമോദറിന് വോട്ട് ചെയ്യരുത് എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പട്ടികവർഗ സംവരണ മണ്ഡലമായ ഇവിടെ ഭാരതീയ ആദിവാസി പാർട്ടിക്കാണ് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇരു പാർട്ടികളും തമ്മിൽ ധാരണയിലെത്തിയത്. ഇതിന് പിന്നാലെ ആദ്യം നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. സഖ്യത്തിന് ഭീഷണിയാകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ഭാരതീയ ആദിവാസി പാർട്ടിക്ക് ഉറപ്പ് നൽകിയത്. എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം സ്ഥാനാർത്ഥി അരവിന്ദ് ദാമോദർ പത്രിക പിൻവലിക്കാൻ എത്താതിരുന്നതോടെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലായത്. എന്നാൽ നേരത്തെ ഉറപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ തങ്ങൾ ആദ്യം നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഭാരതീയ ആദിവാസി പാർട്ടിക്കൊപ്പം നിൽക്കുകയായിരുന്നു. വാക്ക് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് കാണിച്ച സുമനസ്സിന് പ്രതിപക്ഷ പാർട്ടികൾ പോലും കൈയടിക്കുകയാണ്. മറുവശത്ത് പാർട്ടികൾ ആരെങ്കിലുമാണെങ്കിൽ വാക്ക് മറന്ന ഒരു സീറ്റിന് വേണ്ടി രംഗത്ത് ഇറങ്ങുമായിരുന്നു. എന്നാൽ വാക്കാണ് വലുത് എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിയെ തള്ളി രംഗത്ത് വന്നത്. അതേസമയം ഈ തീരുമാനം കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുകയും തങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. മഹേന്ദ്രജിത് സിംഗ് മാൽവിയയാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ രാജ്കുമാർ റോവത്ത് ആണ് BAP സ്ഥാനാർത്ഥി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ രാജസ്ഥാനിൽ ശക്തി അറിയിച്ച BAPക്ക് 3 MLA മാരുണ്ട്. ഇവിടെ കോൺഗ്രസ് പിന്തുണച്ചാൽ എളുപ്പത്തിൽ തന്നെ ഭാരതീയ ആദിവാസി പാർട്ടിക്ക് ജയിച്ചു കയറാൻ സാധിച്ചേക്കും. അങ്ങനെ സംഭവിച്ചാലും ആ സീറ്റ് ഇന്ത്യ പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യവും ഇവിടെ കോൺഗ്രസിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തിന്റെ പേരിൽ ഇതിനോടകം തന്നെ ചർച്ചയായ മണ്ഡലമാണ് ബാംസ്വാഡ ദുംഖപൂർ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്തെ വിഭവങ്ങളുടെ മേൽ പ്രഥമ പരിഗണന മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ട് കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ കോൺഗ്രസ് ഈ നുഴഞ്ഞു കയറി വന്നവർക്ക് നൽകുമെന്നുമായിരുന്നു നരേന്ദ്രമോദി പ്രസംഗിച്ചത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP ആണ് ജയിച്ചത്. ഇക്കുറി BJP വീഴ്ത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് BAPക്ക് സീറ്റ് വിട്ടു നൽകാനും തീരുമാനിച്ചിരിക്കുന്നത്.